സർജറി ചെയ്യുന്ന സമയത്ത് എനിക്ക് സെഡേഷനായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് വീട്ടിലേക്ക് കൊണ്ടുവന്ന് കുറച്ച് കഴിയുമ്പോൾ തന്നെ എനിക്കങ്ങ് വയ്യാണ്ടായി തുടങ്ങി. അങ്ങോട്ടേക്ക് വരട്ടെ, തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് വരട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവർ പറയണതെന്ന് വെച്ചാൽ വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, ഞായറാഴ്ച ഹോസ്പിറ്റൽ അവധിയാണ്. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ സൺഡേ കിട്ടേണ്ട ട്രീറ്റ്മെൻറ്റും ചികിത്സയും അത് നിഷേധിക്കപ്പെടുകയാണ് ചെയ്തത്. മോർണിംഗ് പോകുമ്പോൾ അവർ പറയുന്നത് ട്രിപ്പ് ഇട്ടാൽ മാറി, നീതു കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശ്വാസമൊക്കെ കുറഞ്ഞു തുടങ്ങി. അപ്പോൾ ഇവർ പറഞ്ഞു വെച്ചാൽ കുറച്ചും കൂടെ ടെസ്റ്റ് ചെയ്യണം, വേറൊരു ഫെസിലിറ്റിയിലോട്ട് മാറ്റണം. അനന്തപുരിയിൽ കയറുന്നതും എനിക്ക് കാർഡിയാക് അറസ്റ്റാണ്. നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ലല്ലോ. ഇത്രയും അറിയാവുന്ന ഡോക്ടേഴ്സ് ആണെങ്കിൽ എന്തുകൊണ്ട് അടുത്തൊരു നല്ല ഹോസ്പിറ്റലിൽ എത്തിച്ചില്ല, പെട്ടെന്ന് മാറ്റിയില്ല? അപ്പോൾ അവിടെ അവരൊരു ഉഴപ്പ് പോലെ ഒരു കാര്യം കാണിച്ചു. ഇതുപോലൊരു സംഭവം വേറൊരു പേഷ്യൻറ്റിന് ഉണ്ടായിട്ടുണ്ട്, മരിച്ചു പോയിട്ടുണ്ട് എന്ന് ഉറപ്പായി. എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഇത് ചെയ്യും, ആരാണെങ്കിലും ഇത് ചെയ്യില്ലായിരുന്നു. ഇപ്പോൾ മെഡിക്കൽ ബോർഡ് നമ്മളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ, അവരിതൊരു മെഡിക്കൽ നെഗ്ലിജൻസ് ആണെന്ന് ചൂണ്ടിക്കാണിച്ചില്ലെങ്കിൽ അവർ വിചാരിക്കും നമുക്ക് മെഡിക്കൽ ബോർഡ് സപ്പോർട്ടാണ്, അപ്പോൾ പിന്നെ എന്തിനു പേടിക്കണം. ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർക്ക് ലൈസൻസ് ഇല്ല, എന്നിട്ടും അത് പ്രവർത്തിച്ചു. അപ്പം ഇതൊന്നും അവരെ ബാധിക്കുന്നില്ല, എന്തും അവർക്കാവാം. നമസ്കാരം. തിരുവനന്തപുരത്തെ കഴക്കൂട്ടത്തുള്ള കോസ്മെറ്റിക് ആശുപത്രിയിൽ വയറിലെ കൊഴുപ്പ് മാറ്റൽ ശസ്ത്രക്രിയയെ തുടർന്ന് യുവതി ഗുരുതരാവസ്ഥയിലായ വാർത്ത നമ്മൾ പുറത്ത് വിട്ടതാണ്. ഇതിന് പിന്നാലെ ഈ യുവതി അനുഭവിച്ച ഗുരുതരാവസ്ഥകളെക്കുറിച്ചെല്ലാം തന്നെ നീതുവിൻ്റെ അമ്മ മറുനാടനോട് വിശദീകരിച്ചിരുന്നു. എന്തായാലും ഇക്കഴിഞ്ഞ ഫെബ്രുവരി 22-നായിരുന്നു ആ ശസ്ത്രക്രിയ നടന്നത്. ഇതിന് ശേഷം ഇപ്പോൾ ഏറെക്കുറെ ഈ നീതു റിക്കവറായിക്കൊണ്ടിരിക്കുകയാണ്. നീതുവാണ് ഇപ്പോൾ മറുനാടനൊപ്പം ഉള്ളത്. നിലവിലുള്ള ആരോഗ്യാവസ്ഥ എന്താണ് നീതു? ഇപ്പോൾ സർജറി എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. വയറ്റിലുള്ള മുറിവ് ഏകദേശം ഒരു സ്കിൻ ഗ്രാഫ്റ്റ് ചെയ്ത് ഇപ്പോൾ ഏകദേശം ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ കയ്യിലെന്ന് വെച്ചാൽ കൈ കുറച്ച് വിരലുകളൊക്കെ ഇനി മൂവ്മെൻറ്റ് വേണം. അപ്പോൾ ആ മൂവ്മെൻറ്റ്, ആ ഒരു ജോയിൻറ്റിൻ്റെ ആ മൂവ്മെൻറ്റ് വേണം. അപ്പോൾ അതിന് ഫിസിയോതെറാപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ അന്നത്തെ ഈ ഒരു സർജറിയുടെ അവസ്ഥയെക്കുറിച്ചൊക്കെ ഓർക്കുന്നുണ്ട്, ആ ഒരു സാഹചര്യത്തെ ഓർക്കുന്നുണ്ട്? സർജറി ചെയ്യുന്ന സമയത്ത് എനിക്ക് സെഡേഷനായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് എന്നെ വൈകിട്ട് ഒരു സന്ധ്യയോട് അടുപ്പിച്ച് എന്താണ് റൂമിലോട്ട് എന്തോ കൊണ്ടുവരുന്നത്. നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ എന്നെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 9 മണി അടുപ്പിച്ച് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്, 9:30 അടുപ്പിച്ച് എന്തോ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് കുറച്ച് കഴിയുമ്പോൾ തന്നെ എനിക്കങ്ങ് വയ്യാണ്ടായി തുടങ്ങി. അപ്പം സർജറി കഴിഞ്ഞ് നമ്മൾ അവിടെ അറിയിക്കുന്നുണ്ട് എനിക്കിതുപോലെ വയ്യാണ്ടാവുകയാണ്, തല ഇറക്കം പോലെയൊക്കെ ഉണ്ട്, ക്ഷീണമുണ്ട്, നല്ല ക്ഷീണമുണ്ട്. പിന്നെ കഴിക്കുന്ന ആഹാരം ഒമിറ്റ് ചെയ്യുന്നുണ്ട്, കഞ്ഞിയൊക്കെ ഒമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതൊരു സർജറി കഴിഞ്ഞതിൻ്റെ ആ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയിരിക്കും, വേറൊന്നുമല്ല, പേടിക്കേണ്ട കാര്യമില്ലാന്ന്. വീണ്ടും അത് കുറഞ്ഞു തുടങ്ങിയപ്പോൾ നമ്മൾ ഉടനെ തന്നെയാണോ ഇങ്ങനെ, ഒരു മാറ്റമൊന്നുമില്ല, ഇങ്ങനെ കുറഞ്ഞിരിക്കുകയാണ്, വയ്യാണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിങ്ങനെ ആ ഒരു ക്ഷീണം കൂടി വരുന്നു, അതൊരു തലയിറക്കം പോലെയൊക്കെ ആവുന്നു എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ശരി, BP അപ്പാരറ്റസ് വെച്ച് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്ക്, വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുമെന്ന് പറയുന്നത്. നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒരു റേഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ 70/40 50 അങ്ങനെയൊക്കെ മാറിയൊക്കെ വരുന്നുണ്ട്, പക്ഷെ കുറവാണ്. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനൊരു സർജറി കഴിഞ്ഞതല്ലേ ഉള്ളൂ, കഴിഞ്ഞ ദിവസം കഴിഞ്ഞതല്ലേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു ചെറിയ കുറവുകളൊക്കെ വരും, അത് പേടിക്കേണ്ട കാര്യമില്ല, നാളെ വന്ന് നീ ഇത് ബ്ലഡ് അടച്ചാൽ മതി. അപ്പോൾ നമ്മളിത് ഇത് വീണ്ടും ഒട്ടും വയ്യാണ്ടാകുമ്പോൾ നമ്മൾ പറയുന്നുണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് വരട്ടെ, തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് വരട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും അവർ പറയണതെന്ന് വെച്ചാൽ വേണ്ട, അതിൻ്റെ ആവശ്യമില്ല, ഞായറാഴ്ച ഹോസ്പിറ്റൽ അവധിയാണ്, അന്നത്തെ കാര്യം ഡോക്ടേഴ്സൊന്നും അവൈലബിൾ ആയിരിക്കില്ല, നാളെ വന്നാൽ മതി. ഞാൻ ഡോക്ടറിനോട് ചോദിച്ചു, വേറെ പ്രശ്നമൊന്നും കാണുന്നില്ല, മൺഡേ വന്നാൽ മതി, മൺഡേ മോർണിംഗ് വന്നാൽ മതി നിങ്ങളെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ സൺഡേ കിട്ടേണ്ട ട്രീറ്റ്മെൻറ്റും ചികിത്സയും അത് നിഷേധിക്കപ്പെടുകയാണ് ചെയ്തത്. ശരി, അപ്പം അതുമല്ല അവർ പറയുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ സത്യാവസ്ഥ പറയാതെ അവർ പറയുന്നതെന്ന് വെച്ചാൽ ഇതിങ്ങനെ എല്ലാവർക്കും വരും, നീതുവിന് മാത്രമല്ല എല്ലാവർക്കും വരും. നമ്മുടെ അടുത്ത് പറയുന്നത് തലേന്നല്ലേ സർജറി കഴിഞ്ഞ ആ ക്ഷീണമാണ് നീതുവിന്, അത് നമ്മളിങ്ങനെ BP കാണിക്കുന്നുണ്ട്, കുറവായിട്ടാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് ഡേ മോർണിംഗ് പോകുമ്പോൾ അവർ പറയുന്നത് ട്രിപ്പ് ഇട്ടാൽ മാറി, നീതു കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ആ ട്രിപ്പ് ഇട്ടു, അപ്പോഴും എനിക്ക് മാറ്റമൊന്നുമില്ല, വൊമിറ്റിംഗ് ഉണ്ട്, തലേന്ന് പനിയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് 2 ലിറ്റർ വെള്ളമൊക്കെ കുടിച്ചാൽ മതി, മാറും. അപ്പോൾ ഈ ട്രിപ്പൊക്കെ ഇടുമ്പോഴും എനിക്ക് വേറെ മാറ്റങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല, ശ്വാസം മുട്ടൽ കൂടുന്നു,
അങ്ങനെയൊക്കെ ഇതൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ ഇവർ പറയണതെന്ന് വെച്ചാൽ ബെറ്റർ ആവുന്നുണ്ട്, കുഴപ്പമില്ല എന്ന് പറയും. പക്ഷേ ഇങ്ങനെ ഒരു മാറ്റവും ഇല്ല എന്നുള്ള കാര്യമൊന്നും പറയുന്നില്ല. അതായത് ബി പിയിൽ വേറെ ചേഞ്ചസ് ഒന്നും, ബി പി കൂടുന്നു അങ്ങനെയൊന്നും പറയുന്നത്. നമ്മൾ ചോദിക്കുമ്പോൾ ബെറ്റർ ആവുന്നുണ്ട്, ഇതൊക്കെ ട്രിപ്പൊക്കെ ഇട്ട് തീരട്ടെ അപ്പോഴേ അറിയാൻ പറ്റൂ. ഉച്ചയൊക്കെ ആയപ്പോൾ അവർ പറഞ്ഞ് ബ്ലഡ് അടയ്ക്കണം, ഡോണറിനെ നിങ്ങൾ അറേഞ്ച് ചെയ്യണം. അവരുടെ ബ്ലഡ് അറേഞ്ച് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പിന്നീട് ഹസ്ബൻഡ് അടുത്ത് പറഞ്ഞ് നിങ്ങൾ ഡോണറിനെ അറേഞ്ച് ചെയ്യണം, PRC കൊടുക്കണം അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഒരു ഡോണറിനെയൊക്കെ കിട്ടുകയൊക്കെ ചെയ്ത് ഞങ്ങൾ അങ്ങനെ ഡോണറിൻ്റെ ബ്ലഡൊക്കെ കളക്ട് ചെയ്ത് ബ്ലഡൊക്കെ അടയ്ക്കാൻ തുടങ്ങി. അപ്പോഴേ അവർ പറഞ്ഞ ബ്ലഡ് ഇട്ട് തീരുമ്പോൾ നീ ഇത് ഓക്കെ ആവും, വേറെ പ്രശ്നമൊന്നുമില്ല, വേറെ കാര്യങ്ങളും പേടിക്കേണ്ട ഒരു കാര്യമില്ല എന്ന് പറഞ്ഞു. കുറേ കഴിഞ്ഞൊരു 7 മണിയൊക്കെ ആയപ്പോൾ അവരെൻ്റെ അടുത്ത് വന്നാൽ അപ്പോഴത്തേക്ക് എനിക്കങ്ങ് വയ്യാണ്ടായി തുടങ്ങി. എനിക്ക് ഇവർ പറയുന്നത് എന്താണെന്നോ, ഇവരെ കൂടുതൽ നമുക്ക് ഇപ്പോൾ വയ്യാണ്ടായിരിക്കുമ്പോൾ നമ്മൾ ചോദിക്കില്ല ഇതെന്ത് പറ്റി, ഇതിനെന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നൊക്കെ ചോദിക്കും. പക്ഷെ അങ്ങനെ ചോദിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലോ എനിക്ക് ആ ഒരു ബോധത്തിലോ ഒന്നും ആയിരുന്നില്ല. അപ്പോൾ ശ്വാസമൊക്കെ കുറഞ്ഞു തുടങ്ങി. അപ്പോൾ ഇവർ പറഞ്ഞു വെച്ചാൽ കുറച്ചും കൂടെ ടെസ്റ്റ് ചെയ്യണം, വേറൊരു ഫെസിലിറ്റിയിലോട്ട് മാറ്റണം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം അനന്തപുരിയിലോട്ട് മാറ്റുകയാണെന്നാണ് പറഞ്ഞത്. അനന്തപുരിയിൽ കയറുന്നതും എനിക്ക് കാർഡിയാക് അറസ്റ്റാണ്. പക്ഷെ ഒരു കിംസിലോട്ട് ഇത്രയും വയ്യാത്തൊരു കുട്ടിയെ കിംസിലോട്ട് മാറ്റുക അങ്ങനെയൊന്നും ചെയ്തില്ല. ഇത്രയും ഇത് മാറ്റി അനന്തപുരിയിലോട്ട് മാറ്റുകയാണ് അവർ ചെയ്തത്. അനന്തപുരിയിൽ കയറിയത് എനിക്ക് കാർഡിയാക്. അപ്പം നമ്മളിങ്ങനെ വിചാരിക്കുന്നുണ്ട് അതിന് മുന്നെയാണ് കാർഡിയാക് അറസ്റ്റ് വന്നിരുന്നെങ്കിൽ ആംബുലൻസ് കൂടിയല്ല, ഇനോവ കാറാണ്. അപ്പം ഇനോവ കാറിൽ വെച്ചിട്ടാണ് എനിക്കൊരു കാർഡിയാക് അറസ്റ്റ് വന്നിരുന്നെങ്കിൽ എന്തൊരു മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് എനിക്ക് കിട്ടുമായിരുന്നു. ഒന്നും ചെയ്യാൻ പറ്റില്ല. നേരത്തെ ഒരാൾ മരിച്ചതുപോലെ എനിക്കും കാർഡിയാക് അറസ്റ്റ് വന്ന് മരിക്കാനേ പറ്റുന്നതാണ്. പക്ഷേ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് അനന്തപുരിയിൽ എത്തിയതിന് ശേഷം ഉടനെയാണ് എനിക്ക് കാർഡിയാക് അറസ്റ്റ് വന്നത്. പക്ഷെ അത് കുറച്ചും കൂടെ നേരത്തെ തന്നെ എത്തിച്ചത്, അല്ലെങ്കിൽ കുറച്ചും കൂടെ, അതായത് അനന്തപുരിയെ പോലെ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണ് കിംസും. അപ്പോൾ ഇത്രയും നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ലല്ലോ. ഇത്രയും അറിയാവുന്ന ഡോക്ടേഴ്സ് ആണെങ്കിൽ എന്തുകൊണ്ട് അടുത്തൊരു നല്ല ഹോസ്പിറ്റലിൽ എത്തിച്ചില്ല, പെട്ടെന്ന് മാറ്റിയില്ല. അപ്പോൾ അവിടെ അവരൊരു ഉഴപ്പ് പോലെ ഒരു കാര്യം കാണിച്ചു. അനന്തപുരിയിൽ കൊണ്ടുപോയി. എനിക്കെന്ന് പറഞ്ഞാൽ ഞായറാഴ്ച മുതൽ BP കുറവാണ്. തിങ്കളാഴ്ച ഫുൾ BP കുറവാണ്. ഇത്രയും വൈകിപ്പിച്ചാണ് എനിക്ക് ചികിത്സയിൽ വേറൊരു നല്ല ഹോസ്പിറ്റലിലോട്ട് അവരെത്തിക്കുന്നത്. പിന്നെ അനന്തപുരിയിലെ ക്രിട്ടിക്കൽ കെയറിലെ ഡോക്ടേഴ്സിൻ്റെ അവരുടെ ഒരു ഇത് കെയറും ട്രീറ്റ്മെൻറ്റും കാരണമാണ് എനിക്ക് ഇത്രയും ഒരു ബെറ്റർ സ്റ്റേജിലോട്ട് വന്നത്. അതിന് മുന്നേ പറഞ്ഞിരുന്നത് വെച്ചാൽ എൻ്റെ ഒരു കണ്ടീഷൻ കണ്ടിട്ട് ആദ്യം അനന്തപുരിയിൽ അവർ പറഞ്ഞിരുന്നതെന്ന് വെച്ചാലും ഒരു ഹോപ്പ് അങ്ങനെ കുറവാണ്, ഇല്ല, ചാൻസസ് കുറവാണ്, ഇങ്ങനത്തെ കണ്ടീഷൻ പേഷ്യൻ്റ് രക്ഷപ്പെടുമെന്ന്. നമ്മളിത് വേറെ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ അവരും പറഞ്ഞിരുന്നത് ഇത് തന്നെയാണ്. അയ്യോ ഭയങ്കര ക്രിട്ടിക്കലാണിത്. ഇതൊക്കെ എനിക്ക് തന്നെ ഒരു ബോധം വരുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇവർ പറയുമ്പോഴാണ് ഞാൻ ഇത്രയും ക്രിട്ടിക്കലായിട്ട് മൂവ് ചെയ്തിരുന്നതാണ്. 24 hours കണ്ടിന്യൂസ് ഡയാലിസിസ് ഒക്കെ ചെയ്ത് കിഡ്നിയൊക്കെ ഡൗൺ ആയിരുന്നു. ആദ്യമൊന്നും ഒരു മരുന്നിനും ഞാൻ റിയാക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരുന്നത്. അപ്പം ഇത്രയും ക്രിട്ടിക്കൽ കണ്ടീഷനിലാണ് അവരെന്നെ അവിടെ എത്തിച്ചിരുന്നത്. അപ്പോൾ ഇത്രയും BP കുറഞ്ഞ ഒരാളെ എന്തിനാ അവിടെ ഒരു ഫെസിലിറ്റി ഇല്ലാതെ അവിടെ കിടത്തിയിരുന്നു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. നമുക്ക് നേരത്തെ എന്തുകൊണ്ട് ഇവർ ബെറ്റർ ഫെസിലിറ്റിയിലോട്ട് മാറ്റിയില്ല? നേരത്തെ എത്തിച്ചുകൂടായിരുന്നു. ഒരു ഓപ്ഷൻ ഉണ്ട് അവർക്ക്, ഇത്രയൊരു നല്ല ഫെസിലിറ്റിയിലോട്ട് എത്തിക്കാൻ. അവർക്ക് അടുത്ത് നല്ല ഹോസ്പിറ്റലുണ്ട്, അവർക്ക് അങ്ങനെ CT സ്കാൻ എടുക്കാനൊന്നൊരു ഓപ്ഷൻ ഇല്ലെങ്കിൽ അവർക്ക് മാറ്റായിരുന്നു. അതുമല്ല, ഇതുപോലൊരു സംഭവം വേറൊരു പേഷ്യൻറ്റിന് ഉണ്ടായിട്ടുണ്ട്, മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മരിച്ചു പോവാം, അങ്ങനെ ഇവിടെ ഒരു ഫെസിലിറ്റി ഇല്ല എന്ന് വിചാരിച്ചെങ്കിലും മാറ്റണ്ടേ? അപ്പോൾ അതുപോലും ചെയ്തില്ലല്ലോ ഇവരെ. അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ട്. അപ്പം നാളെ വേറൊരു പേഷ്യൻ്റ് വന്നാലും അവരോട് ഇങ്ങനെ തന്നെയല്ലേ ചെയ്യുക? അവർ വെച്ചുകൊണ്ടിരിക്കുക. ചിലപ്പം എന്നെ മാറ്റാത്തതെന്ന് വെച്ചാൽ വേറൊരു ഹോസ്പിറ്റലിൽ പോകുമ്പം ഇത് പുറത്തറിയുമെന്ന് വിചാരിച്ചിട്ടോ, അല്ലെങ്കിൽ നമ്മളിത് അറിയുമെന്ന് വിചാരിച്ചിട്ടോ. എന്താണ് ആ സർജറിയിൽ നടന്നത്, എന്തുകൊണ്ടാണ് എനിക്കിതിങ്ങനെ വന്നത് എന്ന് മെഡിക്കൽ ബോർഡാണ് പറയേണ്ടത്. നമ്മളത് ചൂണ്ടിക്കാണിക്കുകയാണ്. ഞാൻ ഇത്രയൊക്കെ എൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നു. ഒരു ഡോക്ടറിനെ, എന്നെ ചെയ്ത ഡോക്ടറിനെ അറിയിപ്പിച്ചിരുന്നു. അവിടെയും വേറെ സീനിയർ ഡോക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അവരെന്തുകൊണ്ട് അതിനൊരു സഡനായിട്ടൊരു ആക്ഷൻ നടത്തിയില്ല? എൻ്റെ മെഡിക്കൽ ബോർഡിൻ്റെ ആദ്യത്തെ റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട് വേറൊരു ഹോസ്പിറ്റലിലോട്ട് കുറച്ച് നേരത്തെ മാറ്റാമായിരുന്നു, ഫോർ ബെറ്റർ കെയർ ആൻഡ് ട്രീറ്റ്മെൻറ്റ്, ഒരു വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റാമായിരുന്നു എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷെ അതൊരു നെഗ്ലിജൻസ് ആണെന്ന് അവർ മെൻഷൻ ചെയ്തിട്ടില്ല. അപ്പോൾ അവർ പറഞ്ഞാൽ ഒരു കൺക്ലൂഷനിലേക്ക് അവർക്ക് എത്താൻ പറ്റുന്നില്ല എന്നാണ് ആ മെഡിക്കൽ ബോർഡിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് അതിനൊരു കൺക്ലൂഷൻ ഇല്ല, അവർക്ക് അതിലോട്ട് എത്താൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു വ്യക്തതയോടുകൂടിയല്ല ആ റിപ്പോർട്ട് അവസാനിക്കുന്നത്.
അപ്പോൾ നമ്മൾ ചോദിക്കുന്നത്, എനിക്ക് ഒരു സർജറി കഴിഞ്ഞിട്ട് ജനറൽ അനസ്തീഷ്യ തന്നൊരു സർജറിയാണ്. അപ്പോൾ നമ്മൾ അന്വേഷിച്ചപ്പോഴെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞാൽ ജനറൽ അനസ്തീഷ്യ തന്നൊരു സർജറി നമ്മളൊരു 24 മണിക്കൂറെങ്കിലും ഒരു ഒബ്സർവേഷനിൽ ഇരുത്തണം. അതിരുത്തിയില്ല. പോട്ടെ, ഞാൻ ഈ കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ ചെന്ന് സർജറി കഴിഞ്ഞുള്ള ഒരു പേഷ്യൻ്റ് വിളിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് തീരെ വയ്യാണ്ടാവുകയാണ്. ഒന്നുകിൽ അവരെ ആശുപത്രി വരുത്തണം, അല്ലെങ്കിൽ വേറെ ആശുപത്രിയിലോട്ട് പോകാൻ പറയണം. പക്ഷെ അത് രണ്ടും ചെയ്യാതെ ഇത് നോർമലാണ്, അങ്ങനെയൊക്കെ സംഭവിക്കും, പക്ഷെ ബ്ലഡ് അടച്ചാൽ തീരാതെ ഇങ്ങനെയൊക്കെ വരാറുണ്ട് പേഷ്യൻസിന് എന്ന് പറയുകയാണ് ചെയ്തത്. അതും പറഞ്ഞതിൽ അടുത്ത ദിവസം ഞാൻ ആശുപത്രി ചെന്നപ്പോൾ അവർ കണ്ടീഷൻ മോശമാണെന്ന് മനസ്സിലാക്കി വേറൊരു ഫെസിലിറ്റിയിലോട്ട് വിട്ടതുമില്ല. പകരം ഇങ്ങനെ ട്രിപ്പൊക്കെ തന്ന് ബ്ലഡ് അടച്ച് അങ്ങനെയൊക്കെ സമയം വെറുതെ ഒരു മാറ്റം, ഒരു BP യിലൊരു മാറ്റില്ല. അതെന്ന് പറഞ്ഞാൽ പോകുന്ന റേഞ്ച് എന്ന് പറഞ്ഞാൽ 70 ആ ഒരു റേഞ്ചിലോട്ടൊക്കെയാണ് പോകുന്നത്. അപ്പം ഇത്രയും കുറഞ്ഞ BP യിലാണെങ്കിൽ ഇങ്ങനെ കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് ആ ഡോക്ടേഴ്സിന് അറിയാമെങ്കിൽ, ഇതൊക്കെ അതിൻ്റെ ഒരു സിംറ്റമാണ്, ബ്രീത്തിങ് കുറയുന്ന ആ പേഷ്യൻ്റ് എന്നറിയാമെങ്കിൽ എന്താണെങ്കിലും അതല്ലെങ്കിലും ഇപ്പോൾ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ അല്ലെങ്കിൽ അവർക്ക് വേറൊരു ഫെസിലിറ്റിയിലോട്ട് മാറ്റായിരുന്നു. ഈ ആശുപത്രി ചികിത്സയ്ക്ക് വേണ്ടി എങ്ങനെയാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത്? എങ്ങനെയാണ് ഇത് സോഷ്യൽ മീഡിയ വഴിയാണ് ഞാൻ ആദ്യം കാണുന്നത്. പിന്നെ ഞങ്ങൾ ഡയറക്റ്റ്ലി പോയി സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മളത് സെലക്ട് ചെയ്യുന്നത്. അവർ പറഞ്ഞത് ഇതൊരു മൈനർ സർജറിയാണ്, കോംപ്ലിക്കേഷൻസ് ഒന്നും കാണില്ല എന്ന് ഉറപ്പായി. എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഇത് ചെയ്യും, ആരാണെങ്കിലും ഇത് ചെയ്യില്ലായിരുന്നു. അപ്പോൾ കോംപ്ലിക്കേഷനെ പറ്റിയൊന്നും അവർ നമ്മുടെ ഇതിന് മുന്നേ പറഞ്ഞിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഇതിന് കാര്യങ്ങളൊന്നും അവർ നമ്മുടെ വ്യക്തമായിട്ടൊന്നും ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇത് ധൈര്യമായിട്ട് ചെയ്യാം. ഇതിന് മുന്നേ അവർ എക്സ്പീരിയൻസ് ഡോക്ടേഴ്സാണ്, അവരിതിന് മുന്നേ കുറേ ചെയ്തിട്ടുണ്ടെന്നൊക്കെ കാണിച്ച് കുറേ പ്രൂഫുകളൊക്കെ അതായത് ചെയ്ത സർജറിയൊക്കെ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ. അപ്പം നമ്മളതാണ് വിശ്വസിച്ചത്. ഈ ഗുരുതരാവസ്ഥയിലായതിനു ശേഷം ഭർത്താവ് ഉൾപ്പെടെ, അമ്മ ഉൾപ്പെടെ ആരോഗ്യ വകുപ്പിനും മറ്റ് പോലീസ് മേധാവികൾക്കും എല്ലാം തന്നെ പരാതികളെല്ലാം തന്നെ കൊടുത്തു. അവരുടെയൊക്കെ ഒരു പ്രതികരണത്തെ നിലവിൽ ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? നമ്മൾ എല്ലായിടത്തും പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. മനുഷ്യാവകാശ കമ്മീഷനിൽ, വനിതാ കമ്മീഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലായിടത്തും ഒക്കെ കളക്ടറിന് കൊടുത്തിട്ടുണ്ടായിരുന്നു, DMAക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ സമയത്ത് ചെയ്തപ്പോഴും മെഡിക്കൽ റിപ്പോർട്ട് ഇങ്ങനെയാണ് വന്നത്. അവിടെ നിന്ന് റിപ്പോർട്ട് കിട്ടിയാലേ നമുക്ക് എന്താണ് ചെയ്യാൻ. പക്ഷേ ഇവരാരും എന്നോട് നേരിട്ട് വന്ന് ഇതുവരെ സംസാരിച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ റിപ്പോർട്ട് ഇത് എടുക്കുകയാണെങ്കിലും ഹെൽത്തിയൊന്നും ആരും വന്ന് എന്നോട് സംസാരിച്ചിട്ടൊന്നുമില്ല. എൻ്റെ കണ്ടീഷൻ എങ്ങനെയാണെന്ന് നോക്കിയിട്ടില്ല. അങ്ങനത്തെ ഇതിന്. പക്ഷേ ഈ റിപ്പോർട്ട് വന്നാലേ നമുക്കിതൊരു മെഡിക്കൽ ബോർഡിൻ്റെ റിപ്പോർട്ട് വരണം, നമുക്കിത് എങ്ങനെയാണെന്ന് അറിയാനെങ്കിൽ മെഡിക്കൽ ബോർഡിൻ്റെ റിപ്പോർട്ട്. അപ്പം നമ്മൾ നോക്കേണ്ട ഭാഗങ്ങളാണ് ഈ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഒരു സർജറി ചെയ്തതിൽ മിസ്റ്റേക്ക് എന്നെക്കാട്ടും നമുക്ക് കിട്ടേണ്ട ഒരു മെഡിക്കൽ സർജറിയിലോട്ട് നമ്മൾ ഡോക്ടറിനെ കാണുമ്പോൾ കിട്ടേണ്ട പരിഗണനകളൊന്നും നമുക്ക് കിട്ടിയില്ല. ഒരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് കിട്ടിയില്ല. അവർക്ക് തരാൻ പറ്റിയില്ലെങ്കിൽ പ്രോപ്പർ ഫെസിലിറ്റിയിലോട്ട് മാറ്റിയില്ല. ഇതൊരു ഫാറ്റ് എംബോളിസം ആണെന്ന് അവർ ഐഡൻറ്റിഫൈ ചെയ്ത് അതിൻ്റെ ഉള്ള ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്ത്. പിന്നെ അതുമല്ല ഇവർ പല കാര്യങ്ങളും എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ അവിടുത്തെ ഫെസിലിറ്റി, അവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, എന്ത് വന്നാലും അവർ കെയർ ചെയ്യും എന്നാണ് പറഞ്ഞത്. പക്ഷേ അതൊന്നും എനിക്ക് കിട്ടുകയും ചെയ്തില്ല. അപ്പോൾ ഈ കാര്യങ്ങളാണ് പറയുന്നത്. അതും ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു സിറ്റുവേഷൻ ഓൾറെഡി ഉണ്ടായിട്ട് ഒരു അനുഭവം അവർക്കുണ്ട്. ഇതുപോലെ അവിടെ കുറേ സർജറി ചെയ്ത് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു മരണത്തിലേക്ക് പോയത് ഞങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ മാത്രമേ ഇപ്പോൾ കേട്ടിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു അനുഭവം ഉണ്ട്. അതേ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞാൻ വീണ്ടും ചെല്ലുന്നത് സർജറി ചെയ്ത്. അപ്പോൾ ആ ഒരു കെയർ അവർക്ക് തരായിരുന്നു. ഇങ്ങനെ ഇപ്പോൾ എനിക്ക് തന്നില്ല. അപ്പം ഇപ്പോൾ മെഡിക്കൽ ബോർഡ് നമ്മളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ, അവരിതൊരു മെഡിക്കൽ നെഗ്ലിജൻസ് ആണെന്ന് ചൂണ്ടിക്കാണിച്ചില്ലെങ്കിൽ, മൂന്നാമതൊരാൾ പോയാലും ഇത്രയും മീഡിയ അറ്റൻഷനൊക്കെ കിട്ടിയിട്ടും അവരതങ്ങനെ ചെയ്തില്ലെങ്കിൽ, മൂന്നാമതൊരാൾ പോയാലോ നാലാമതൊരാൾ പോയാലോ മരിച്ചാലോ അവർ വിചാരിക്കും നമുക്ക് മെഡിക്കൽ ബോർഡ് സപ്പോർട്ടാണ്, ഞാൻ എന്ത് ചെയ്താലും മെഡിക്കൽ ബോർഡ് സപ്പോർട്ടാണ്, അപ്പോൾ പിന്നെ എന്തിനു പേടിക്കണം. ഇപ്പോൾ എനിക്കിങ്ങനെ ഒരു അനുഭവങ്ങളൊക്കെ വന്നു, എനിക്ക് ഇത്രയും ദൂരം അനുഭവങ്ങളൊക്കെ വന്നു, ഞാനിങ്ങനെ അനുഭവിച്ചു ഇരിക്കുന്നു. പക്ഷേ ആ ഹോസ്പിറ്റൽ നമ്മളിപ്പോൾ അറിഞ്ഞെന്ന് വെച്ചാൽ ഈ ഇടയ്ക്കും അത് പ്രവർത്തിച്ചു, അത് ഹൈക്കോടതി പെർമിഷനൊക്കെ കിട്ടി പ്രവർത്തിച്ചു എന്നാണ് നമ്മളറിയുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ക്ലോസ് ഉണ്ടായിരുന്നു, അതിന് ലൈസൻസ് ഉണ്ടെങ്കിലേ പ്രവർത്തിക്കാൻ പാടുള്ളൂ എന്നുണ്ടായിരുന്നു. പക്ഷേ എന്നിട്ടുകൂടി അവർ അത് പ്രവർത്തിച്ച്, ലൈസൻസ് ഇല്ലാഞ്ഞിട്ട് കൂടി. ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർക്ക് ലൈസൻസ് ഇല്ല, എന്നിട്ടും അത് പ്രവർത്തിച്ചു. അപ്പം എന്തോ അവർക്കാവാം, അവർക്ക് ഇതൊന്നും അവരെ ബാധിക്കുന്നില്ല, എന്തോ അവർക്കാവാം.
അല്ലെങ്കിൽ ഇപ്പം നമ്മളാണെങ്കിലും ഒരു പേടി വരില്ല, ഇങ്ങനത്തെ ഇത്രയും പ്രശ്നങ്ങളൊക്കെ വന്നതാണ്, ഇത് തുറന്ന് പ്രവർത്തിക്കണമെങ്കിൽ. അപ്പം എന്തെങ്കിലും അവർക്കൊരു സപ്പോർട്ട് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ എന്ത് ധൈര്യമാണ് അവർക്കത് തുറക്കാൻ. ബാക്കിയുള്ള പേഷ്യൻസിന് ഇതുപോലത്തെ വലിയ സർജറിയൊക്കെ വീണ്ടും ചെയ്യാൻ അവർക്ക് എന്ത് ഇതാണെന്ന് മനസ്സിലായിരുന്നു. പക്ഷെ ഇപ്പുറത്ത് വരുന്ന ഒരാൾക്ക് അവരത് അനുഭവിക്കുക, അവരിതിങ്ങനെ അനുഭവിച്ച് നടക്കുകയൊക്കെ ചെയ്യും. പക്ഷെ അപ്പുറത്ത് ഇത് ചെയ്തവർക്ക് അവർക്ക് വേറൊരു പ്രശ്നങ്ങളും അവർക്ക് തൊടുന്നില്ല. അവർ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെ ചെയ്യുന്നു. സർജറിയിൽ വീഴ്ച സംഭവിച്ചതിന് ശേഷം ഞങ്ങളുടെ ഭാഗത്തുനിന്നും വീഴ്ച സംഭവിച്ചു പോയി, ക്ഷമിക്കണം, നിങ്ങൾ കേസുമായി മുന്നോട്ട് പോകരുത്, അങ്ങനെ എന്തെങ്കിലും പ്രതികരണം അവർ നടത്തിയിരുന്നോ? ഇല്ല, അങ്ങനെ അവർക്ക് വീഴ്ച നടത്തിപ്പോയി അങ്ങനെയൊന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് ആരും സമീപിച്ചിട്ടില്ല. ഇല്ല, നമ്മളിത് കേസുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് പറഞ്ഞിരുന്നത്. അപ്പം ഞാൻ ആ സമയത്ത് വയ്യാതെ കിടക്കുമ്പോഴത്തേക്ക് ഇവരെ ഇങ്ങനെ ഫാമിലിയോട് പറഞ്ഞിരുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ പോയാലും നിങ്ങൾക്ക് ഇതിനൊരു പ്രയോജനം ഉണ്ടാവില്ല, നിങ്ങൾ വെറുതെ പോകുന്നതായിരിക്കും, മെഡിക്കൽ ബോർഡിലൊന്നും നിങ്ങൾക്ക്. പിന്നെ അതുമല്ല, പുള്ളിക്ക് എന്തോ ഡൽഹിയിൽ അഡ്വക്കേറ്റ്സാണ്, നിങ്ങൾ ഇങ്ങനെ നേരത്തെ മരിച്ച ആളോടും പുള്ളി അങ്ങനെ തന്നെയാണ് പറഞ്ഞ് ചിലപ്പോൾ പേടിപ്പിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ മുന്നിട്ട് പോയിട്ടും കാര്യമില്ല. പക്ഷെ നമുക്ക് ആദ്യത്തെ ഒരു സ്റ്റേജ് പോയപ്പോഴും ഇത് തന്നെയായിരുന്നു, മെഡിക്കൽ ബോർഡ് സപ്പോർട്ട്. അപ്പോൾ പുള്ളിക്ക് അറിയാം എന്ത് വന്നാലും മെഡിക്കൽ ബോർഡിൽ നിന്ന് ഇങ്ങനെ ഒരു പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് വരില്ല. അതിൻ്റെ ധൈര്യത്തിലായിരിക്കാം പുള്ളി പറഞ്ഞത്, നിങ്ങൾ എത്ര മുന്നോട്ട് പോയാലും നിങ്ങൾക്ക് അങ്ങനെ അനുകൂലമായിട്ട് വരില്ല, നിങ്ങൾ വെറുതെ പോയി കുറച്ച് കേസൊക്കെ നടത്തി നിങ്ങൾ, അല്ലെങ്കിൽ കുറച്ച് മീഡിയ അറ്റൻഷനൊക്കെ ഇങ്ങനെ പത്രത്തിലൊക്കെ വന്ന് കുറച്ച് കഴിയുമ്പോൾ അതങ്ങ് നിൽക്കും. ആ ഒരു ടൈം ഉള്ളതായിരുന്നു. പക്ഷെ ആ ഒരു ടൈമിൽ പോലും അവർ തുറന്ന് പ്രവർത്തിക്കുന്നു എന്നാണ്. ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുമ്പോഴും അവർ തുറന്ന് പ്രവർത്തിക്കാനുള്ള ഒരു ഇതുണ്ട് അവർക്കുണ്ടെന്നാണ്. നിങ്ങളിപ്പോൾ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അതെ.